നല്ല പഴുത്ത മാങ്ങ കിട്ടുമ്പോഴേ ഇനി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ. നല്ല അടിപൊളി തണുത്ത മാമ്പഴ പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് മാങ്ങ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കണ്ട് നന്നായിട്ട് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്ത് പാലൊഴിച്ചിട്ട് വേണം കേട്ടോ ഇത് അരച്ചെടുക്കാൻ. മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്യൊന്നും വേണ്ട. ഇത് ഞാൻ വീഡിയോയിലൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തത്. ഇതിന് അധികം സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. പാല്, മാങ്ങ, നല്ല പഴുത്ത മാങ്ങ, ഇത്തിരി പഞ്ചസാര, മിൽക്ക് മെയ്ഡ്, ചൈന ഗ്രാസ്, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ പുഡിങ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഈ മാങ്ങി ഈ ഇത്തിരി പാലും ഇത്തിരി പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. ഇതിലിപ്പം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. പിന്നെ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിക്കുന്നതുകൊണ്ട് അതും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഈ ചൈന ഗ്രാസ് ഇല്ലേ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് ഗ്യാസിൽ നേരിട്ട് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. ഒരു പാത്രത്തിലിട്ടിട്ട് വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് കണ്ട് കൊണ്ടുവരാട്ടോ. ഈ ചൈന ഗ്രാസ് നന്നായിട്ട് കട്ടയില്ലാതെ മെൽറ്റായിട്ട് വേണം എടുക്കാൻ. കണ്ട ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിൽ ഞാൻ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ ഈ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തതില്ലേ ആ വെള്ളമാണ്. അതിൽ പിന്നെ ഈ മാങ്ങയും പഞ്ചസാരയും ഇത്തിരി പാലും ഒഴിച്ചിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ഈ മിൽക്ക് മെയ്ഡും ബാക്കിയുള്ള പാലും കൂടെ അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ചൈന ഗ്രാസ് നമ്മൾ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് ഇങ്ങനെ കട്ടായിട്ട് വരും കേട്ടോ. ഇനി ഇതാ എല്ലാതും ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കി എടുത്തത് ഒരു ബൗളിൽ, ഈ ഏത് ബൗളിലാണ് നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്നത് ആ ബൗളിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു മണിക്കൂർ ഫ്രീസറിലല്ല താഴെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചങ്ങാണ്ട് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാങ്ങ കട്ട് ചെയ്തത് ഒന്ന് വെച്ച് കൊടുത്തതാണ്. പിന്നെ ഞാനൊരു ഇത്തിരി പാലിൽ മിൽക്ക് മെയ്ഡ് ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തതാണ്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കാണാനും ഭംഗിയാണ്, ഇത്തിരി ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ അങ്ങനെ അത് ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കണ്ടോ, അപ്പം നല്ല അടിപൊളി മാമ്പഴ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ സീസണിൽ മാങ്ങയൊക്കെ കിട്ടണ ഈ സീസണിലില്ലേ ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ റേറ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ ഗസ്റ്റുകൾ വന്നാലും കുട്ടികൾക്കും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റേറ്റ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ. അപ്പോൾ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ആയിട്ടാണ്. അപ്പോൾ ഇതിതാ ഞാൻ വേറൊരു പാത്രത്തിലും കൂടെ അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പാത്രത്തിലൊന്ന് ഒഴിച്ചു കൊടുത്തതാണ്. കാണാൻ തന്നെ നല്ല അടിപൊളിയാണ്. കഴിക്കാൻ അതിലേറെ വായിലിട്ട് അലിഞ്ഞു പോകും, അങ്ങനെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ കുറേ വീഡിയോസൊക്കെ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറ്റുകയാണെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ മാങ്ങ ഇനി കിട്ടുമ്പോൾ ആരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അത്രക്കും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്.